അതിൽ ഒന്നാമത്തെ ഒരു തലമാണ് വില്ലിങ്നെസ് ടു റിപ്പന്റ് ആൻഡ് കൺഫസ്. നമ്മുടെ പാപങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഒന്ന് കുമ്പസാരിക്കണമെന്ന് തോന്നുന്നത് അത് ഈശോയുമായിട്ടുള്ള നമ്മുടെ സൗഹൃദമുള്ളത് കൊണ്ടാണ്. ഇന്നലെ ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എന്റെ ഭർത്താവ് കുമ്പസാരിച്ചിട്ട് കുറെ വർഷങ്ങളായി, അച്ഛനൊന്ന് കുമ്പസാരിപ്പിക്കണം. കുമ്പസാരിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈശോയുമായി സൗഹൃദത്തിലായിരിക്കാൻ തന്നെ ഒരു താല്പര്യവുമില്ല എന്നാണ്. രണ്ടാമതായി മാരകപാപങ്ങൾ ഉപേക്ഷിക്കുന്നു, ഞാൻ ഇനി മാരകപാപങ്ങൾ ചെയ്യില്ല. മൂന്നാമതായി ഒരു തരത്തിലും ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല. നമ്മളൊക്കെ ഇപ്പൊ ഏത് തലത്തിലാണ്? ഒരു തരത്തിലും ഞാൻ ഈശോയെ വേദനിപ്പിക്കുകയില്ല എന്ന തലത്തിലാണ് നമ്മൾ, അല്ലേ? ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്, എന്നിട്ടൊന്ന് ചോദിച്ച് അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ച്. ഒരു തരത്തിലും ഞാൻ ഈശോയെ വേദനിപ്പിക്കുകയില്ല, അതാണ് മൂന്നാമത്തെ തലം. നാലാമത്തെ തലം എന്താണ്? ക്രിസ്തുവിനെ പ്രതി ഞാൻ എന്ത് ത്യാഗം വേണമെങ്കിലും എടുത്തുകൊള്ളാം. എനിക്ക് ഈ ഭൂമിയിൽ ഈശോയെ പ്രതി എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും, ഞാൻ അതൊന്നും, മരിക്കേണ്ടി വന്നാലും ഞാൻ ഈശോയെ ഉപേക്ഷിക്കുകയില്ല എന്ന് മാത്രമല്ല, ഈശോയ്ക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ് എന്നൊരു തലത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്, അല്ലേ? കൈയടിച്ചു ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞ്. നമ്മളിപ്പോൾ ആയിരിക്കുന്ന തലം എന്താണ്? ഈശോയ്ക്ക് വേണ്ടി മരിക്കാനും തല്ലുകൊള്ളാനും തയ്യാറാണ്. ഒരു വണ്ടി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തല്ലാൻ, അവിടെ കണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, അല്ലേ? അടുത്ത ആഴ്ച ഇവിടെ നിങ്ങൾ വ്യാഴാഴ്ച വരുമ്പോ 2 വണ്ടി ആളുകള് നിങ്ങളെ തല്ലാനുണ്ടാകും എന്ന് വീട്ടിൽ വെച്ച് അറിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, അല്ലേ? ആ തലത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രണ്ട്ഷിപ്പിന്റെ 4th സ്റ്റേജ് എന്ന് പറയുന്നത്. അതാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുടെ ഏറ്റവും ശ്രേഷ്ഠമായ തലം. ഹല്ലേലൂയ. ഇനി ഈ നാലാമത്തെ തലത്തിൽ എത്തിയോ എന്നറിയാനുള്ളൊരു 5 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. അത് ക്രിസ്തു എനിക്ക് പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഈ ലോകം മുഴുവനും ഞാൻ ഉപേക്ഷിക്കുകയാണ്. യാക്കോബ് 4:4 പറയുന്നത് പോലെ ലോകത്തോടുള്ള സൗഹൃദം ദൈവത്തോടുള്ള ശത്രുതയാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് ലോകം മോശമായത് കൊണ്ടല്ല,